നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി 1 കപ്പ് പച്ചരി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞതൊരു 3 മുതൽ 4 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. കാരണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3 മുതൽ 4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അരി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അന്നേരം അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതൊരു 3 മുതൽ 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അരി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. അരി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴുകേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഒന്ന് ഊറ്റി മാറ്റിയാൽ മതിയാവും. വെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ, അത്ര ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി ചേർക്കുമ്പോൾ ഇതിലൊട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് വേണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആ പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്തെടുക്കാം. ഞാനിവിടെ മട്ട റൈസിൻ്റെ ചോറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നാളികേരം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 3 ഏലം. ഞാനിപ്പോൾ തോടോട് കൂടി തന്നെയാണ് ഏലം ചേർക്കുന്നത്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം മാത്രമേ ചേർക്കാവൂ. കാരണം ഇതിൽ നമ്മൾ ലാസ്റ്റ് ശർക്കര പാനീയുടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം കൂടിപ്പോയാൽ ശർക്കര പാനീയുടെ ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലോട്ട് മാറ്റാം. മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഒത്തിരി കട്ടിയല്ല, എന്നാൽ ഒത്തിരി ലൂസുമല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഒരു 3/4 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും, കൂടുതൽ ചേർക്കേണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒത്തിരി പഴുത്ത് പോയ നേന്ത്രപ്പഴം എടുക്കരുത്. ഇങ്ങനെ പഴുത്ത് തുടങ്ങിയ നേന്ത്രപ്പഴമാണ് ഈ ഒരു പലഹാരത്തിന് കറക്റ്റായിട്ടുള്ളത്. അത് തോലൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് കുറച്ച് നാളികേരം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 മുതൽ 6 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയും നാളികേരം ഈ ഒരു പലഹാരത്തിന് ചേർക്കുന്നത് മസ്റ്റാണ് കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും. ഒരു പാനിലോട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്തെടുക്കാം. അപ്പോൾ നാളികേരം ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്തെടുക്കാം. ഇനി ഇവ രണ്ടും ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ. ഇതൊരു നാടൻ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വെറും 10 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട്. സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരി കുതിർക്കാൻ എടുക്കുന്ന ഒരു സമയം, അതൊരു 3 മുതൽ 4 മണിക്കൂറെങ്കിലും ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഉള്ളിൽ തന്നെ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് ഞാൻ പറയട്ടെ. ഇത് കള്ളത്തപ്പത്തിൻ്റെ റെസിപ്പി അല്ലേ എന്ന് വിചാരിക്കുന്നില്ലേ? ശരിയാണ്, ഇത് കള്ളത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഇത് കുഞ്ഞു വേർഷനാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കള്ളത്തപ്പം ഉണ്ടാക്കുമ്പോൾ നേന്ത്രപ്പഴം ചേർക്കാറില്ല. ഇതിൽ ഞാൻ നേന്ത്രപ്പഴവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് കള്ളത്തപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അങ്ങനെ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി ചെറിയൊരു ഗോൾഡൻ കളറായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നാളികേരവും ചെറിയുള്ളിയും കൂടി മൂത്ത് വന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് ഇത് മസ്റ്റാട്ടോ. ഇത് ചേർത്താലുണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു സ്റ്റേജ് മതിയാവും. അതായത് 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇങ്ങനെ റെഡിയായി കിട്ടും. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒത്തിരി പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത്. കാരണം നമ്മൾ ഈ നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. നമുക്ക് അങ്ങനെ ആവശ്യമില്ല. ഉടയാത്ത രീതിയിലാണ് നമ്മളൊന്ന് വഴറ്റി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉടഞ്ഞു പോവാതെ ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. ഇതൊരു 3 മുതൽ 4 മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ ഇങ്ങനെ റെഡിയായി കിട്ടാനായിട്ട്. നേന്ത്രപ്പഴം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാലും കുഴപ്പമില്ല.
ഇനി അടുത്തതായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ശർക്കരയുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ഒരു അളവിന് ശർക്കര ചേർക്കുമ്പോൾ ഒത്തിരി മധുരം ഉണ്ടാവില്ല, എങ്കിലും പാകത്തിനുള്ള മധുരം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കുറച്ചധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര വരെ ചേർക്കാം. അപ്പോൾ കട്ട ശർക്കരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 2 മുതൽ 3 വരെ ചേർക്കാം. ഇനി ഇതിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ കൂടരുത്, 1/2 കപ്പ് വെള്ളം മാത്രമേ ചേർക്കാവൂ. ഇതിപ്പോൾ 1 കപ്പ് പച്ചരിയുടെ അളവാട്ടോ പറയുന്നത്. ഇപ്പോൾ 2 കപ്പ് പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡബിൾ ക്വാണ്ടിറ്റി എടുക്കണേ. ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ശർക്കര ഉരുക്കിയത് തണുക്കാൻ പാടില്ല. ശർക്കര ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് അരിപ്പയിലോട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഉരുക്കിയെടുത്തത് ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഉരുക്കി ചേർക്കുമ്പോൾ തന്നെ മാവ് നന്നായിട്ട് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചൂടോടെ ഒഴിക്കുമ്പോൾ മാവ് വെന്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കണം എന്ന് പറയുന്നത്. ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇതിലൊത്തിരി ആരുണ്ട്. അപ്പം കറക്റ്റ് ആ ഒരു ആര് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കിയത് ചൂടോടെ കൂടി തന്നെ ഈ മാവിൽ ചേർക്കുകയും വേണം, നന്നായിട്ട് ഇളക്കിയെടുക്കുകയും വേണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഒരു അപ്പം നമുക്ക് റെഡിയായി കിട്ടത്തുള്ളൂ. ശർക്കരയും മാവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന നേന്ത്രപ്പഴവും നാളികേരവും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ബാക്കി നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മുകളിലോട്ട് വെക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്. ഇനി ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അതായത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ബേക്കിംഗ് സോഡ ചേർക്കാവൂ. ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായിട്ട് എടുത്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അപ്പക്കടായി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചധികം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ചട്ടി നന്നായിട്ടും ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാവൂ. മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ ഇതിന് വലിപ്പം ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 സ്പൂണാണ് ഒഴിക്കുന്നത്. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വയ്ക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന നേന്ത്രപ്പഴവും അതുപോലെ തന്നെ നാളികേരവും ചെറിയുള്ളിയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് വന്നതിന് ശേഷം ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാട്ടോ. അതായത് ഒരു 3 മുതൽ 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മാവ് അത്ര കട്ടിയൊന്നുമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ നടുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നോക്കുന്നുണ്ടോ, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിടാം. ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് എടുത്തൊന്ന് കാണിച്ചു തരാം. നോക്കൂ, നമ്മുടെ ആദ്യത്തെ പലഹാരം, അതായത് നമ്മുടെ കുഞ്ഞ് കലത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ നോക്കുക, കണ്ടോ പിറകുവശം കണ്ടോ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അത് ആ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുത്താൽ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് കലത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവിൽ ഒരു 6 മുതൽ 7 പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ചൂട് കുഞ്ഞ് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് മുറിച്ച് കാണിച്ചു തരാം. നോക്കൂ, നമ്മുടെ കുഞ്ഞ് കലത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നോക്കൂ, നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു ശരിക്കും ഒരു നാടൻ പലഹാരം തന്നെയാണിത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.